വഖഫ് ഭേദഗതിക്കെതിരെ കോഴിക്കോട് നടന്ന പ്രതിഷേധ റാലിയിൽ എന്തുകൊണ്ടാണ് നെഹ്റുവിൻ്റെയോ നരസിംഹറാവുവിൻ്റെയോ മൻമോഹൻ സിംഗിൻ്റെയോ ചിത്രം കാണിക്കാതിരുന്നത്? അച്ഛാ, തൊമ്മൻകുത്തിലെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നാട്ടിയ കുരിശ് പറിച്ചു. ഡൽഹിയിൽ അതീവ സുരക്ഷാ കാരണം അവിടെ നടന്ന ഒരു ക്രിസ്ത്യൻ പ്രദക്ഷിണം തടഞ്ഞു. ഇതിലേതാണ് കേരളത്തിലെ മീഡിയ ആഘോഷമാക്കിയത്? അരിയും മലരും കുന്തിരിക്കും വാങ്ങി വെച്ചോളൂ എന്ന് പറയുന്ന കുട്ടികൾ, അങ്ങനെ രൂപപ്പെട്ട കുട്ടികൾ വളർന്നു വരുമ്പോൾ ഭാവിയിൽ ഈ കേരളത്തിലെ അമുസ്ലിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പശ്ചിമ ബംഗാൾ ഒരു കുരുതിക്കളമായി തീർന്നു. ഈ കലാപം കൊലപാതകങ്ങളിലും അനിഷ്ട സംഭവങ്ങളിലുമാണ് കലാശിച്ചത്. ഒരു കാലത്ത് പ്രൗഢഗംഭീരമായ ബംഗാളിൽ ഇന്ത്യൻ സംസ്കാരത്തിന് വിലപ്പെട്ട സംഭാവനകൾ നൽകിയവർ എങ്ങനെ ഇപ്രകാരം അധപതിച്ചു? അരിയും മലരും കുന്തിരിക്കവും കരുതി വയ്ക്കുവാൻ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പറയിപ്പിച്ചവർ. കുഞ്ഞുങ്ങളെ മുൻനിർത്തിയുള്ള ഈ പൊറാട്ട് നാടകം സാംസ്കാരിക ലോകം മനസ്സിലാക്കുമോ? ഹമാസ് വിസ്മയമാണ് എന്ന് വിശേഷിപ്പിച്ച മീഡിയകൾ എന്തിനു വേണ്ടിയാണ്, ആർക്കു വേണ്ടിയാണ് സ്തുതി പാടുന്നത്? ബംഗ്ലാദേശിൻ്റെ അവസ്ഥ കേരളത്തിൽ ആവർത്തിക്കുമോ? ടാഗോർ ഉൾപ്പെടെയുള്ള പ്രശസ്തർ ജനിച്ചു വീണ മണ്ണ് ഈ സ്ഥിതിയിലാക്കിയത് ആരുടെ കുതന്ത്രമാണ്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി നമ്മോടൊപ്പമായിരിക്കുന്നത് ഇന്നിൻ്റെ പ്രവാചക ശബ്ദമായ തറക്കടവിലച്ഛനാണ്. അച്ഛനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുറന്നു പറഞ്ഞ തറക്കടവിലച്ഛൻ. അച്ഛാ, ഈ വഖഫ് ഭേദഗതി ബില്ല് ഈ മാസം 3-ാം തീയതി നടപ്പിലായി. പിന്നീട് അതുമായി സംബന്ധിച്ച് എന്താണ് ബംഗ്ലാദേശിലെ മുർഷിദാബാദിൽ സംഭവിച്ചത്? ഒന്ന് പ്രേക്ഷകർ വേണ്ടി പങ്കുവയ്ക്കാം. ഷുക്കിന പ്രേക്ഷകർക്ക് നമസ്കാരം. ഈ വഖഫിൽ പാസ്സായ പിറ്റേ ദിവസം 4-ാം തീയതി മുതൽ ഈ മുർഷിദാബാദിൽ പല സ്ഥലങ്ങളിലും, ഇന്ത്യയിൽ പല സ്ഥലത്തും ഉണ്ടായിരുന്നു, പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ഇതിന് കാരണമായിട്ട് ഈ മുർഷിദാബാദിലുണ്ടായത് മുസ്ലിം ചില ഈ തീവ്രവാദ സംഘടനകൾ വീട് കയറി ഇറങ്ങി ഇങ്ങനെ ഗവൺമെൻറ് ഈ മുസ്ലിങ്ങളുടെ കാര്യങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ പോകുകയാണെന്നുള്ള പ്രചാരണവും ഇങ്ങനെ കണ്ടമാനം കാര്യങ്ങൾ അവരെ പ്രബോധിപ്പിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലും മതസമ്മേളനങ്ങളിലൊക്കെ ഇതിന് വലിയ പ്രചാരം കൊടുത്തു. അങ്ങനെ സാവധാനം പല സ്ഥലങ്ങളിലും കലാപങ്ങൾ രൂപപ്പെട്ടു. ഈ കലാപങ്ങളുടെ ഫലമായിട്ട് കല്ല് പെറുക്കിയെറിയുക, വാഹനങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുക, ഗവൺമെൻറ് കെട്ടിടങ്ങളും ഹിന്ദുക്കളുടെ വീടുകളും ഒക്കെ കൊള്ളയടിക്കുക, ബസ് സ്റ്റേഷനുകൾ അത് പ്രവർത്തിക്കാൻ കഴിയാതെയാക്കുക കല്ല് പെറുക്കി എറിഞ്ഞിട്ട്, റെയിൽവേ സ്റ്റേഷനുകൾ പ്രവർത്തനരഹിതമാക്കുക, അമുസ്ലിങ്ങളുടെ കടകൾ പൊളിച്ച് അവിടുത്തെ സാധനങ്ങളെല്ലാം റോട്ടിൽ വലിച്ചെറിയുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു. ഈ സമയത്ത് പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിച്ചില്ല എന്നതാണ് നമുക്ക് ലഭിച്ച റിപ്പോർട്ട്. വളരെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അവിടുത്തെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതിനകത്ത് നിന്നൊക്കെ ഇത് കേന്ദ്രത്തിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് തലയൂരാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി ഏപ്രിൽ 18-ാം തീയതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ചില കാര്യങ്ങൾ അവിടെ നടന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നതനുസരിച്ച് 11-ാം തീയതി ജംഗിപ്പൂർ പോലീസ് സ്റ്റേഷൻ ഡിസ്ട്രിക്റ്റിൽ എല്ലാ ഭാഗത്തും കലാപം സാവധാനം, ആദ്യം പ്രതിഷേധമാണ് വന്നത് സമാധാനപരമായിട്ട്, പിന്നെ കലാപമായിട്ട് അത് രൂപപ്പെട്ടു. 11-ാം തീയതി ജഗുന്നാഥ് ഗഞ്ചിൽ 8,000 മുതൽ 10,000 വരെയുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നു. അപ്പോൾ അവിടുത്തെ PWD ഗ്രൗണ്ടിൽ അതിൽ 4,000-5,000 പേര് ഉമ്മർപൂർ ഭാഗത്തേക്ക് നീങ്ങി ദേശീയപാത ഉപരോധിച്ചു. 3 മണിയോട് ഉച്ചകഴിഞ്ഞ് 3 മണിയോടുകൂടി തുടങ്ങിയതാണ്. സ്കൂൾ ബസ്സും ആംബുലൻസും എല്ലാം അവർ തടഞ്ഞു വെച്ചു. പോലീസിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അവർ യാതൊരു പരിഗണനയും കൊടുത്തില്ല. 4:30 ആയപ്പോഴത്തേക്കും ജനങ്ങൾ പലരും അസ്വസ്ഥമാവുകയും ഈ കൂടിയ ആളുകളിൽ മോശം ഭാഷ സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു. അവർ പോലീസിന് നേരെ അവരെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇഷ്ടികയും കല്ലുമൊക്കെ വലിച്ചെറിഞ്ഞു. ഇത് നടക്കുന്നത് അന്നത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് എന്നോർത്ത് വേണം. ഗവൺമെൻറ് വാഹനങ്ങളൊക്കെ അവർ കൂട്ടിയിട്ട് കത്തിച്ചു.
ഏതാണ്ട് 400 കുടുംബങ്ങൾ അവിടുന്ന് പുഴ കടന്ന് മാൾഡയിൽ, അത് മറ്റൊരു ജില്ലയാണ്, അഭയം തേടിയെന്നാണ് പറയുന്നത്. അവിടെ ജനിച്ചു വീണ ആളുകൾ ഈ മതവിദ്വേഷത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുടെ പേരിൽ അവിടുന്ന് പലായനം ചെയ്തു. പുഴ കടന്ന് മാൾഡയിൽ, അത് അടുത്ത ഒരു ജില്ലയാണ്, അവിടെ അഭയം തേടി എന്ന് പറയുന്നു. അപ്പോഴും ഗവൺമെൻറ് കാര്യമായിട്ട് പ്രവർത്തിച്ചില്ല. മാത്രമല്ല അപ്പോൾ ഈ പ്രതിപക്ഷം മൂവ് ചെയ്ത ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കേന്ദ്രസേന ഇടപെടാനായിട്ട് ഇടവരികയാണ് ചെയ്തത്. അച്ഛാ, ഈ ജംഗിപ്പൂർ അല്ലാതെ മറ്റെവിടെയെങ്കിലും സംഘർഷങ്ങൾ സംഭവിച്ചോ? തീർച്ചയായിട്ടും നമുക്ക് ഇതേ റിപ്പോർട്ട് അനുസരിച്ച് ഈ ദിവസം തന്നെ 4000-5000 ആളുകളുടെ ഷംഷീർഗഞ്ച് പോലീസ് സ്റ്റേഷൻ ജില്ലയിൽ അവിടെ ഒരുമിച്ച് കൂടുകയാണ്. ധുളിയാൻ പട്ടണത്തിലെ റോഡ് ഉപരോധിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പോലീസ് എത്തി, ആവശ്യത്തിനുണ്ടായിരുന്നില്ല. അവർക്കെതിരെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇഷ്ടികയും കല്ലുമൊക്കെ വലിച്ചെറിഞ്ഞു. 4-5 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ പാത അവർക്ക് തുറന്നു കൊടുക്കാനായിട്ട് സാധിച്ചത്. ഇതിനകത്തുനിന്ന് ഈ ക്യാമ്പിലുള്ള ആളുകൾ, അഭയം തേടിയ ആളുകൾ, മാൾഡയിലേക്ക് വന്ന ആളുകൾ പറയുന്നതനുസരിച്ച് ഇവർ വീടുകൾ കൊള്ളയടിച്ചു, പ്രൈവറ്റ് വീടുകൾ, അമ്പലങ്ങൾ, അതുപോലെ അവരുടെ കടകൾ, ഇതെല്ലാം കുത്തി തുറക്കുകയും നശിപ്പിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് ഇവിടെ ആളുകളെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ഈ വീടുകൾ നശിച്ചു മാത്രമല്ല, ഇവർ കുടിക്കുന്ന വെള്ളത്തിൽ ഇവർ വിഷം കലർത്തുകയും ചെയ്തു. ഇങ്ങനെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അവർ ജനിച്ച അവരുടെ സ്ഥലത്ത് സൃഷ്ടിച്ചുകൊണ്ടാണ് കലാപങ്ങൾ മുമ്പോട്ട് പോയത്. ഇതിനകത്ത് എന്ത് മനസ്സിലാക്കാൻ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ, ബംഗാളി പോലീസിന് വിശ്വാസ്യമായിട്ടുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ SDPIക്കാരും PIFക്കാരും ഒക്കെ, അതുപോലെ സിമി പ്രവർത്തകരൊക്കെ വീട് കയറി ഇറങ്ങി ആളുകളെ പ്രബോധിപ്പിക്കുന്നുണ്ടായിരുന്നുള്ള റിപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു. അതുപോലെ പഴയ നിരോധിച്ച സിമി പ്രവർത്തകരുണ്ടായിരുന്നു. പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഇജാസ് അഹമ്മദ് മരിക്കുമ്പോൾ സാഹചര്യം കൂടുതൽ തീർച്ചയായിട്ടും നിയന്ത്രണ അതീതമായി. ഇജാസിൻ്റെ വീട്ടിൽ SDP പ്രവർത്തകർ ചെന്നിരുന്നു. അവരെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണ് എന്ന് ഈ വീട്ടുകാർ തന്നെ പറയുകയുണ്ടായി. ഈ സംഘട്ടനത്തിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കല്ലിവർക്ക് എറിയാനും ഒക്കെ കൂടുന്നതിൽ ഏറ്റവും അധികം കുട്ടികളും യുവജനങ്ങളുമായിരുന്നു. അപ്പോൾ അത് നമ്മുടെ വീഡിയോകൾ നമുക്കിനി ദേശീയ മാധ്യമങ്ങളിലൊക്കെ ലഭ്യമാണ്. പിന്നെ വരുന്ന ഒരു റിപ്പോർട്ട്, ഇതിനകത്ത് പങ്കെടുത്ത യുവജനങ്ങൾ പലതും ഈ നമ്മുടെ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്ന ഈ അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു എന്നുള്ള രസകരമായിട്ടുള്ള കാര്യമാണ്. അച്ഛൻ പറയുകയുണ്ടായല്ലോ, അവിടെയുള്ള ഹിന്ദുക്കൾ പലായനം ചെയ്തു, അതുപോലെ തന്നെ അവിടെ ഉള്ളവർ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് രക്ഷപ്പെട്ട ഒരു സാഹചര്യം. അപ്പോൾ അവിടുത്തെ ജനസംഖ്യ അനുപാതം ഒന്ന് വ്യക്തമാക്കാമോ? ഇന്ത്യയിൽ ജനസംഖ്യയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്നൊരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ആകെ ഏതാണ്ട് 10 കോടി ജനങ്ങളാണ് അവിടെയുള്ളത്. അതിൽ 70.5% ബംഗാളിൽ ആകെ എടുക്കുകയാണെങ്കിൽ അത് ഹിന്ദുക്കളാണ്, 7.2 കോടി എന്ന് പറയും. 27% മുസ്ലിങ്ങളാണ്, 2.5 കോടിയാണ്. 0.72% ക്രിസ്ത്യാനികൾ, അതായത് 7,30,000 പേര്. പിന്നെയുള്ളത് 0.3% ബുദ്ധമതക്കാരുണ്ട്, 2,80,000 പേര്. 1.48% മറ്റുള്ള ആളുകളെക്കുറിച്ച് 1.5 കോടിയോളം ഉണ്ട്. ഇനി മുർഷിദാബാദിൽ എടുക്കുകയാണെങ്കിൽ 2011 സെൻസസ് അനുസരിച്ച് ആകെയുള്ള ജനസംഖ്യ 71 ലക്ഷം ആളുകളാണ്. മുസ്ലിംസ് അതിനകത്ത് 66% ഉണ്ട്, 66.27%. ഹിന്ദുക്കൾ 33% അവിടെയുള്ളൂ ഈ പ്രശ്നം നടന്ന ആ ജില്ലയിൽ. മറ്റുള്ളവർ 0.52%. ഇനി ജംഗിപ്പൂർ ഈ പോലീസ് സ്റ്റേഷൻ ഡിസ്ട്രിക്റ്റിലുള്ളത് 62% മുസ്ലിങ്ങളും 38% ഹിന്ദുക്കളുമാണ് ഈ 2011 സെൻസസ് അനുസരിച്ച്. നമ്മൾ അവസാനം പറഞ്ഞ ഷംഷീർഗഞ്ചിലാണെങ്കിൽ അവിടെയുള്ളത് 83.48% മുസ്ലിങ്ങളും 16.38% ഹിന്ദുക്കളുമാണുള്ളത്. അതായത് മജോറിറ്റി ഹിന്ദുക്കളാണ് പശ്ചിമ ബംഗാളിലെങ്കിലും ഈ ജില്ലകളിൽ ഇങ്ങനെ ഈ മുസ്ലിം മജോറിറ്റി ഉള്ള സ്ഥലത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും ദാരുണമായ സംഭവങ്ങളൊക്കെ അവിടെ സംഭവിച്ചു കഴിഞ്ഞിട്ടും അവിടുത്തെ ഗവൺമെന്റിന്റെ പ്രതികരണം എന്താണ്? ഇന്ത്യ ടുഡേയിൽ വന്ന വാർത്ത അനുസരിച്ച് ബംഗാൾ മൈനോറിറ്റി കമ്മീഷൻ പാനൽ ചീഫ്, ഇത് അഹമ്മദ് ഹസനാണ്, ഇദ്ദേഹം ഈ കലാപത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇനി അതിനെ വളരെ പ്രത്യേകമായിട്ട് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജി ഈ നിയമം ഒരിക്കലും ബംഗാളിൽ
TMC അധികാരമുള്ളപ്പോൾ ഇത് പ്രാവർത്തികമാക്കുകയില്ല എന്ന് പറഞ്ഞു. അത് വളരെ രാഷ്ട്രീയപരമായിട്ടൊരു മൂവ്മെൻ്റാണ്. മാത്രമല്ല ഈ കലാപം സമയത്തിൻ്റെ ഒരു ആവശ്യമാണെന്ന് അവർ പ്രഖ്യാപിച്ചു. അവർ ആ വോട്ടിൽ മാത്രം നോക്കി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ കലാപം, അതായത് നീഡ് ഓഫ് ദി അവർ എന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾ ഒരിക്കലും ഈ നിയമത്തെ അംഗീകരിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചു. ഗവൺമെൻറ്റിന് ഒരിക്കലും അള്ളാഹുവിൻ്റെ വസ്തുക്കൾ തട്ടിയെടുക്കാൻ പറ്റിയെന്നൊക്കെയാണ് അവർ പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു 39,000 കേസുകൾ വഖഫിൽ അന്യ മതസ്ഥരുമായിട്ടുള്ളതാണെന്ന്. അപ്പോൾ ഈ മതസ്ഥരുടെ വസ്തുക്കൾ തട്ടിയെടുക്കാനായിട്ട് അള്ളാഹുവിനെ മറ്റുള്ളവർ സമ്മതിക്കുമോ എന്നും കൂടെ നമ്മൾ ചോദിക്കേണ്ടി വരും. നമ്മൾ വഖഫ് നിയമം പണ്ടുണ്ടാക്കി വെച്ച നിയമം വഴി ഈ കോൺഗ്രസ് ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുത്തതാണ്. അല്ലാതെ ഈ കൊള്ള ഒരു ഭാഗത്തേക്ക് മാത്രം നടത്തേണ്ട കാര്യമാണ് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഈ ഭരണകൂടം ഇത് നീതീകരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അച്ഛാ, കഴിഞ്ഞിടയ്ക്ക് കേരളത്തിലൊരു കുട്ടി അവലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോളാൻ പറഞ്ഞുകൊണ്ടൊരു മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് നമ്മൾ കാണുവാനിടയായി. പല മാധ്യമങ്ങളിലും അത് വലിയ ചർച്ചാ വിഷയമായതാണ്. ഇതേ അവസ്ഥയാണ് പശ്ചിമ ബംഗാളിൽ. കുട്ടികളും അതുപോലെ തന്നെ യുവജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ പോരാടുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ എന്താണ് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാമോ? അത് ശരിയാണ്. നമ്മൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് നമ്മൾ കണ്ടാണ്. മുർഷിദാബാദിലെ വീഡിയോകളിൽ ദുലിയാൻ ബസ് സ്റ്റാൻഡിൽ ഈ കുട്ടികളും യുവജനങ്ങളും ഇങ്ങനെ കല്ല് പെറുക്കി എറിയുന്നു. അതുപോലെ ഹിന്ദുക്കളുടെ ഷോപ്പുകൾ തല്ലിപ്പൊളിക്കുന്നു. ലുങ്കി എടുത്ത ആളുകളുണ്ട്. അതായത് അവിടെയുള്ള ലോക്കൽസ് ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇവർക്ക് പരിശീലനം നൽകുന്നത് ഈ തീവ്രവാദ ഗ്രൂപ്പുകളാണ് നമ്മൾ പറഞ്ഞു. വഖഫ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനായിട്ട് എന്തിനാണ് തൊട്ടടുത്ത് താമസിക്കുന്ന ഈ ഹിന്ദുവിൻ്റെ വീട് തല്ലിപ്പൊളിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ലോജിക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ കൊല്ലപ്പെട്ട യുവാവിൻ്റെ വീട്ടുകാർ പറയുന്നതനുസരിച്ച് അവരുടെ വീട്ടിലും ഈ SDPIക്കാർ കയറി അവരെ ബ്രെയിൻ വാഷ് ചെയ്തിരുന്നു, അവനെ നിർബന്ധിച്ച് കൊണ്ടുപോയതാണെന്ന് പറയുന്നു. ഇതേ കാര്യം നമ്മുടെ നാട്ടിൽ പല പ്രാവശ്യം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞതാണ്. നമ്മുടെ അധികാരികളും നേതൃനിരയൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം. ആലപ്പുഴയിൽ അവലും മരലും വാങ്ങി വെച്ചോളൂ എന്ന് പറയുന്ന കുട്ടിയെ നമ്മളെല്ലാം കണ്ടതാണ്. പൂഞ്ഞാറിൽ ആറ്റുചാലിൽ അച്ഛനെ ആക്രമിച്ചത് യുവജനങ്ങളാണ്. മൈനേഴ്സാണെന്ന് പറഞ്ഞ് അത് തടിയൂരാനായിട്ടുള്ള പരിശ്രമം നടത്തിയത്. ഇതേ സമയത്ത് കോഴിക്കോട് ഈ നമ്മുടെ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രതിഷേധം നടന്നിരുന്നു. അത് നടത്തിയതും ഈ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ആളുകളാണെന്ന് നമ്മൾ വിചാരിക്കണം. ഏപ്രിൽ 9 ഈ ഏപ്രിൽ 2025 എയർപോർട്ട് ഉപരോധം നടത്തിയെന്ന് വാർത്ത നമ്മൾ കണ്ടതാണ്. നമ്മളൊരു കൊടി മുമ്പിൽ പിടിക്കുക, ഒരു പതാക പിടിക്കുകയാണെങ്കിൽ എന്താണ്? അത് നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ ചിന്തയാണ്, നമ്മുടെ ലക്ഷ്യമൊക്കെയാണ് അതിനകത്ത് നോക്കുന്നത്. ഈ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റും സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ചേർന്ന് നടത്തിയ പരിപാടിയിൽ ഒന്നാമത് ഇവർക്ക് ഈ പ്രതിഷേധം നടത്താനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. പോലീസിനോട് ചോദിച്ചതാണ്, പോലീസ് കൊടുത്തില്ല, നിഷേധിച്ചു. ഈ പ്രതിഷേധം നടത്തിയത് നിരോധിത മേഖലയിലേക്കാണ്. അതൊരു ആൻറ്റി നാഷണൽ ആക്ടിവിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ദേശവിരുദ്ധ പ്രവർത്തനമാണ്. അവിടെ വിളിച്ച മുദ്രാവാക്യങ്ങളും ആ വിധത്തിലുള്ളതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്ന് അവർ ഉയർത്തിപ്പിടിച്ച, സാധാരണ നമ്മൾ ഈ പതാകകൾ ഉയർത്തിപ്പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വലിയ നേതാക്കളുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിക്കാറുണ്ട്. അന്ന് അവർ ഉയർത്തിപ്പിടിച്ച ചിത്രങ്ങൾ പ്രധാനമായിട്ടും ആയിരങ്ങളെ കൊന്നൊടുക്കാനായിട്ട് പ്രചോദനമാവുകയോ ചെയ്ത ആളുകളുടെ ചിത്രങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം ഹസനുൽ ബന്നയുടെ ചിത്രമാണ്. ഹസനുൽ ബന്ന എന്ന് പറയുന്നത് ആധുനിക ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പിതാവാണ്. അപ്പോൾ ഇന്ത്യയിൽ, ഈ കേരളത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ഇദ്ദേഹം 1906 ഈജിപ്തിൽ ജനിച്ചതാണ്. 49 വധിക്കപ്പെട്ടു. സ്കൂൾ അധ്യാപകനും ഇമാമുമായിരുന്നു. 1928 മുസ്ലിം ബ്രദർഹുഡ് സ്ഥാപിച്ചു. 1940 ഏതാണ്ട് 5 ലക്ഷത്തോളം അനുയായികൾ ഈജിപ്തിലും പുറത്തുമായിട്ട് അന്താരാഷ്ട്ര നിലയിലുണ്ടായിരുന്നു. 1948 ഈ മുസ്ലിം ബ്രദർഹുഡിനെ ഈജിപ്ഷ്യൻ ഭരണകൂടം നിരോധിച്ചതാണ്. 49 ഫെബ്രുവരി 12 കൈറോയിൽ വെച്ച് ഇദ്ദേഹം കൊല്ലപ്പെടുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ മുസ്ലിം ബ്രദർഹുഡാണ് അന്നത്തെ പ്രൈം മിനിസ്റ്ററെ വധിച്ചത് എന്നുള്ള വാർത്തയുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ ചിന്തകൾ, ഇദ്ദേഹത്തിൻ്റെ ഹസനുൽ ബന്നയുടെ ചിന്തകൾ എന്തായിരുന്നു, പഠനങ്ങൾ എന്തായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നു. കാരണം നമ്മുടെ നാട്ടിലാണ് ഈ പടവും പിടിച്ചുകൊണ്ട് വന്നത്.
ഇസ്ലാം ഒരു മതം മാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഉൾക്കൊള്ളുന്ന ഒരു ജീവിത ശൈലിയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും രാജ്യത്തിൻ്റെ ജീവിതത്തിലും എല്ലാ മേഖലയിലും ഇതാണ് ഒരു കോംപ്രിഹെൻസീവ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള സിസ്റ്റം വളരെ മോശമായിട്ടൊരു സിസ്റ്റമാണ്. അതിന് പെട്ടെന്ന് തകിടം മറിക്കാൻ സാധ്യമല്ല. അത് പക്ഷേ സാവധാനം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹത്തിൻ്റെ നിയമം ശരിയാ നിയമമായിരിക്കണം. ഇദ്ദേഹം ചെയ്തൊരു പ്രത്യേക പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ, ഈ 6-ാം നൂറ്റാണ്ടിൽ ഖുറാനിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, 7-ാം നൂറ്റാണ്ടിൽ ഖുറാനിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അത് ഇന്നത്തെ മീഡിയ, ആധുനികമായിട്ടുള്ള മീഡിയ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൈമാറാനായിട്ടൊരു പ്രചോദനം അദ്ദേഹം നൽകി. രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് യാതൊരു പരിഗണനയുമില്ല. സാമൂഹ്യ സേവനം തീവ്രവാദത്തിനുള്ളൊരു വഴിയായിട്ട് അദ്ദേഹം കണ്ടു. ഖലീഫ സ്ഥാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് ഈ ആധുനിക കാലത്ത് ആവശ്യപ്പെട്ട പ്രധാന വ്യക്തി ഇദ്ദേഹമാണ്. ഇത് 1924 തുർക്കിയിൽ നിർത്തലാക്കിയ ഒരു കാര്യമാണെന്ന് ഓർക്കണം. ഇസ്ലാമിക നവീകരണത്തിന് ജിഹാദ്, അതായത് യുദ്ധം ചെയ്ത പരിപാടികൾ അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇസ്ലാമിനെ സംരക്ഷിക്കാനായിട്ട് ചെയ്യുന്നതാണത്. 1940കൾ നമ്മൾ പറഞ്ഞു, അദ്ദേഹം 5 ലക്ഷം ആളുകളുണ്ടായിരുന്നു പറഞ്ഞു. ഈജിപ്തിൽ പട്ടാള സമാന്തരമായിട്ട് ഇദ്ദേഹം യുവജനങ്ങളെ അണിനിരത്തി. അത് അവിടെ ഒരു വിപ്ലവ പ്രസ്ഥാനമായിട്ട് മാറി. ഇസ്ലാമിനോട് യുദ്ധം ചെയ്യണമെന്ന് പ്രചോദിപ്പിച്ചു. ദേശീയതയില്ല, രാജ്യത്തിൻ്റെ അതിർത്തികൾക്ക് അപ്പുറത്ത് ഒരു ഇസ്ലാമിക സമൂഹം മാത്രമാണ് അദ്ദേഹം കാണുന്നത്. അതായത് ലോകത്തെല്ലായിടത്തും ഒരു സമൂഹം, ഒരു ഖലീഫയുടെ കീഴിൽ ഏത് രാജ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുകളിൽ ഈ ഇസ്ലാം സ്നേഹത്തെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിന്. നമ്മുടെ അടുത്ത കാലത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, യുവജനങ്ങളെ എങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ഈ തട്ടമിട്ട കുട്ടികൾ എനിക്ക് മതമാണ് പ്രധാനപ്പെട്ടത്, രാജ്യം രണ്ടാമതേ വരികയുള്ളൂ എന്ന് പറയുന്ന വീഡിയോകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പം നമ്മുടെ നാട്ടിലത്തെ കുട്ടികളുടെ ഇടയിൽ വളരെയധികം പ്രചരിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രചരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഈ ലോകത്ത് ഇന്ന് നടക്കുന്ന തീവ്രവാദികളുടെ എല്ലാം അടിസ്ഥാനം ഈ ഹസനുൽ ബന്നയാണ്. അതിനു മുമ്പുണ്ട് വഹാബുണ്ട്, പിന്നെ ഇബിൻ തൈമിയൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നത്തെ മോഡേൺ രീതിയിലുള്ള കാര്യങ്ങൾക്ക് ഇയാളിൽ നിന്ന് വരുന്നതാണ്. ഇയാളിൽ നിന്ന് രൂപപ്പെട്ടതാണ് നമ്മൾ പറയുന്ന ISIS-ഉം അൽഖയ്ദയൊക്കെ ഐഡിയ സ്വീകരിക്കുന്നത്. ഇദ്ദേഹം പറയുന്നത് ഇസ്ലാമാണ് എല്ലാത്തിനും പരിഹാരം, അതായത് ലോകത്തുള്ള എല്ലാ പരിഹാരം ഇസ്ലാമാണ്. ഇസ്ലാം ഒരു മതവും രാജ്യവും ആണ്, ഭരണകൂടവും സമൂഹമാണ്, ധാർമ്മികതയും ശക്തിയുമാണ്, കാരുണ്യവും നീതിയുമാണ്, സംസ്കാരവും നിയമവുമാണ്, അറിവും നിയമസംഹിതയുമാണ്. ഇത് ഭൗതിക സമ്പത്താണ്, ഇത് ഭൗതിക നേട്ടവും സമൃദ്ധിയുമാണ്. ജിഹാദ് ദൈവികമായ ദൗത്യമാണ്, അത് പട്ടാളവും ഒരു യുദ്ധം ചെയ്യാനുള്ള കാരണവുമാണ്. ഇങ്ങനെ നീണ്ടുപോകുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ. ഇനി ഖുറാനാണ് ഭരണഘടന എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതുകൊണ്ട് തന്നെ ജിഹാദിൽ നിന്ന് ഒരു മുസ്ലിമിനും ഒഴിവാകാൻ കഴിയില്ലെന്നും പറഞ്ഞു വെച്ച ആളാണ് ഹസനുൽ ബന്ന. ഇദ്ദേഹത്തിൻ്റെ കൊടിയാണ്, പടമാണ് പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ നാട്ടിൽ കൂടെ ആളുകൾ നടക്കുന്നതെന്ന് നമ്മുടെ അധികാരികൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. നമ്മുടെ അധികാരികൾ മാത്രമല്ല, ജനങ്ങളും. ഇദ്ദേഹത്തോടൊപ്പം, ഹസനുൽ ബന്നയോടൊപ്പം തന്നെ ഇവർ ഉയർത്തിയ മറ്റൊരു ഫ്ലാഗാണ് സഹീർ കുത്തൂബ്, അല്ലെങ്കിൽ സയ്യിദ് കുത്തൂബ് എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് ഈ ഹസനുൽ ബന്നയുടെ ആശയം എടുത്തിട്ട് അതിനെ പെട്ടെന്ന് മിലിറ്ററി ആക്ഷനാണ് ആവശ്യമായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജിഹാദ് പ്രാവർത്തികമാകണമെന്ന് പറഞ്ഞു വന്നയാൾ. 1906 ജനിച്ചയാളാണ് ഇദ്ദേഹം. ഈജിപ്തിൽ തന്നെ 66 ഈജിപ്തിൻ ഭരണകൂടം ഇദ്ദേഹത്തെ വധിച്ചു. 1950കളിലാണ് ഇദ്ദേഹം മുസ്ലിം ബ്രദർഹുഡിൽ ചേരുന്നത്. ഇതിനു മുമ്പ് ഇദ്ദേഹം അമേരിക്ക പഠിച്ചിട്ടുമൊക്കെയുണ്ട്. ഒരു മതരാഷ്ട്രം മാത്രമാണ് ഇദ്ദേഹം സ്വപ്നം കണ്ടത്. ജനാധിപത്യം ചെകുത്താൻ്റെ ഭരണമാണ് ഇദ്ദേഹം പറഞ്ഞു. ബന്ന പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ സാമുദായിക ഭരണപരമായ മേഖലയിലെല്ലാം ഇസ്ലാമിക തത്വങ്ങളെ വ്യാഖ്യാനിച്ച ഇയാൾ സർവാധികാരം അള്ളാഹുവിന് മാത്രം, അത് മാനുഷികമായ യാതൊരു സംവിധാനം കൈമാറാൻ സാധ്യമല്ലെന്ന് പറഞ്ഞാൽ മാനുഷികമായ കോടതികൾക്കോ ജനാധിപത്യ സംവിധാനങ്ങൾക്കോ ഒന്നും കൈമാറാൻ സാധ്യമല്ല എന്നുള്ള നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഭരണനിയമം ഒരു രാജ്യത്ത് അത് ശരിയായ നിയമമായിരിക്കണം, അല്ലാത്തതെല്ലാം അജ്ഞതയുടെ കാലത്തുള്ള, ഇസ്ലാമിൻ്റെ അജ്ഞതയുടെ കാലത്തുള്ള നിയമസംവിധാനങ്ങളാണ്. ആധുനിക ലോകത്ത് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ശരിയായ നിയമമല്ല നടക്കുന്നതെങ്കിൽ അത് അജ്ഞതയുടെ ഭരണകാലമാണ്, അതെല്ലാം മാറേണ്ടതാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ഇങ്ങനെ ചിന്തിക്കാത്ത ആളുകളെല്ലാം മുസ്ലിങ്ങൾ പോലും അജ്ഞരാണ്. അവർ ഒരുപക്ഷെ അവരുടെ ശത്രുക്കളായിട്ടായിരിക്കും അവർ കാണുന്നത്. മതവും രാഷ്ട്രവും തമ്മിൽ യാതൊരു വേർതിരിവും പാടില്ല. ജിഹാദ്
മിലിറ്ററി വിപ്ലവം അദ്ദേഹം ആഹ്വാനം ചെയ്തു. അതായത് പട്ടാളം ആഹ്വാനം ചെയ്തു. ഇനി ഇദ്ദേഹത്തിൻ്റെ ആശയം ഇദ്ദേഹം പ്രധാനമായിട്ടും ക്രോഡീകരിച്ചിരിക്കുന്നത് രണ്ട് സ്രോതസ്സുകളിൽ നിന്നാണ്. ഒന്ന് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയമാണ് സ്വീകരിച്ചത്. നമുക്കറിയാം എപ്പോഴും ഇവർ തമ്മിലൊരു അന്തർധാര എപ്പോഴും ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാം. മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയമാണ് ഇദ്ദേഹം സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ബുദ്ധിമാന്മാരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് മതനേതാക്കൾ ഇതിനൊക്കെ നേതാവായിട്ട് വരണം എന്നൊരു ചിന്ത അദ്ദേഹത്തിൻ്റെ ചിന്തകളിലുണ്ടായിരുന്നു. ഇദ്ദേഹം 1966 കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. ക്രൂരമായ ജിഹാദിന് താത്വിക അടിത്തറ നൽകിയത് ഇദ്ദേഹമാണ് ഇന്ന് ലോകത്തുള്ളത്. നേരത്തെ സൂചിപ്പിച്ച അൽ-ഖൈദയും ISIS എല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്രചോദനത്തിൽ ഉണ്ടായി വന്ന കാര്യങ്ങളാണ്. ഈ ആളുകളുടെ കൊടികളാണ് നമ്മുടെ നാട്ടിലുള്ള കുട്ടികളും യുവജനങ്ങളും ഉയർത്തിക്കൊണ്ട് നടക്കുന്നത് എന്ന് ഓർക്കുന്നുണ്ടാകണം. ശരിക്കുള്ള ഇസ്ലാമിക സമൂഹം ലോകത്തുനിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്നതാണ് ഒരു ചിന്ത. അള്ളാഹുവിന് പരമാധികാരമില്ലാത്തത് ജാഹിലിയാണ്. മുസ്ലിം ആവുക എന്നാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ആവുക എന്നാൽ എല്ലാ മാനുഷിക അധികാരങ്ങളെയും അവഗണിച്ച് അള്ളാഹുവിൻ്റെ അധികാരം അംഗീകരിക്കലാണ്. മനസ്സിലാക്കണം കേട്ടോ. കോഴിക്കോട് നടന്ന പ്രതിഷേധത്തിൽ എല്ലാ മാനുഷിക അധികാരങ്ങളെയും അവഗണിച്ച് അവർ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇത് ഇൻ ദ ഷെയ്ഡ് ഓഫ് ഖുറാൻ എന്ന ഗ്രന്ഥത്തിൽ ഇദ്ദേഹം ഇത് വിവരം വിശദീകരിക്കുന്നുണ്ട്. മതമെന്താണെന്ന് മനസ്സിലായ മുസ്ലിമിന് ഭൂമിയിൽ ശരിയാ നിയമം സ്ഥാപിക്കുന്നത് വരെയുള്ള സ്ഥിരമായൊരു കർമ്മപദ്ധതിയാണ് ജിഹാദ്. അതായത് മതം മനസ്സിലായവർക്ക്, മറ്റവർക്ക് മതം മനസ്സിലായിട്ടില്ല എന്നതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ വെച്ച് പുലർത്തിയ അല്ലെ പഠിപ്പിച്ച ആളുകളെയാണ് നമ്മുടെ നാട്ടിൽ ഇവർ വാഴ്ത്തുന്നത് എന്ന് ഓർമ്മയുണ്ടാവണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് കീഴിൽ വഖഫ് നിയമം കൊണ്ടുവന്നത് നെഹ്റുവാണ്. അതിനെ കൂടുതൽ ആക്കിയെടുത്തത് നരസിംഹറാവു ഗവൺമെൻറ്റാണ്. തുടർന്ന് മൻമോഹൻ സിംഗ് ഇതിനെ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുത്തു. ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എതിരായിട്ട് പോകുന്ന സംവിധാനങ്ങളാണ്. അതിനകത്തുള്ള പല ആർട്ടിക്കിൾ നമ്മൾ പറയും 40 ഇപ്പോൾ നമ്മൾ നീക്കം ചെയ്തു, 85 ഇങ്ങനെയുള്ള ആർട്ടിക്കിളുകളൊക്കെ കുറേ അധികമുണ്ട്. ഇതുപോലെ നിയമങ്ങൾ എത്ര ഉണ്ടെന്ന് നമ്മളിനി പഠിക്കേണ്ടിയിരിക്കുന്നു ഓർക്കണം. അപ്പോൾ ആ നിയമത്തിൻ്റെ ഭേദഗതിക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഇവർ ഉയർത്തിപ്പിടിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള, ഇത് ഇന്ത്യ രാജ്യമാണ്, ചിത്രങ്ങൾ എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെയും നരസിംഹറാവുവിൻ്റെയും മൻമോഹൻ സിംഗിൻ്റെയൊക്കെ അല്ലേ. അവിടെ എങ്ങനെയാണ് ഹസനുൽ ബന്നയും സയ്യിദ് കുത്തുബും ഒക്കെ വരുന്നത്? അപ്പോൾ ഇവരുടെ മനസ്സിലിരിക്കുന്ന ആശയം എന്താണ് എന്ന് മനസ്സിലാക്കണം. അതോ ഇവർ പറയുന്നത് ഈ വഖഫ് നിയമം ഇന്ത്യയിൽ ഉണ്ടാക്കിയത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആശയത്തിൻ്റെ ബാക്കി ഭാഗമായിട്ടാണെന്നാണോ ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവരുടെ ചിത്രങ്ങൾ കാണിച്ച മറ്റ് മീറ്റിങ്ങുകളും നേരത്തെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. നമുക്കറിയാം 2024 ഒക്ടോബർ 27 കോഴിക്കോട് നടന്ന ഒരു പലസ്തീൻ അനുകൂല റാലിയിൽ പലസ്തീനായിലെ തന്നെ സാധാരണ ഭരണത്തെ അട്ടിമറിച്ച ഹമാസിൻ്റെ മുൻ നേതാവ് ഖാലിദ് മഷാൽ ഓൺലൈനായിട്ട് സംസാരിച്ചിരുന്നു. പാലക്കാട്ട് നടന്ന തൃത്താലയിൽ നടന്ന ഒരു ആഘോഷ പരിപാടിക്കിടയിൽ ഇവർ ഈ ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു. ആഘോഷം നടത്തിയതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം, ഇതിനകത്ത് UDF LDF 2 വിഭാഗം ഉണ്ടായിരുന്നു ഓർക്കണം. ആ പ്രദേശത്തെ കോൺഗ്രസ് നേതാവായിരുന്നു ആഘോഷത്തിൻ്റെ പ്രസിഡൻറ്റ്. ആഘോഷ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്നത് CPI നേതാവായിരുന്നാണ് ഞാൻ വായിച്ചത്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം.